നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരു രണ്ടാം വരുമാനം ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു തട്ടുകേട് കിട്ടിയാൽ നമുക്കൊരു ബാക്കപ്പ് വേണ്ടേ, ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതിന് പറ്റിയ ഒരു മാർഗ്ഗമാണ് ഞാനിവിടെ പറയുക. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളി സമൂഹത്തിന് ഒരു തെറ്റായ ഒരു മുൻവിധിയുണ്ട്. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ഭയമോ ഒക്കെ വരാറുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, രണ്ടാം വരുമാനമുള്ള വളരെ വിശ്വാസയോഗ്യവും എന്നാൽ അത്ര വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ഒരു കാര്യം തന്നെയാണിത്, ഷെയർ മാർക്കറ്റ്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ടെങ്കിൽ, വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റ് വളരെയധികം നല്ലൊരു വരുമാനം, രണ്ടാം വരുമാനം ഉണ്ടാകാൻ ഇതിനോളം ബെസ്റ്റ് മറ്റൊരു മാർഗമില്ല. ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ മനസ്സിലാക്കാം, സാധാരണക്കാരൻ ഇതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, അതാണ് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു തരാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. ഇതിന് ഏറ്റവും അത്യാവശ്യവും പരമപ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമുക്കൊരു ബ്രോക്കറുടെ സപ്പോർട്ടാണ്. പക്ഷെ നമ്മളെ ഈ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എന്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും, ബ്രോക്കർ കമ്മീഷൻ ഒന്നും കൊടുക്കാതെ കിട്ടുന്ന ഇടപാടുണ്ടോ എന്ന് ചിന്തിച്ച് നടക്കും. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് ഒരു ബ്രോക്കറുടെ ഒരു സപ്പോർട്ട് വേണം. ഉദാഹരണം പറഞ്ഞാൽ വർട്ടെക്സ് സെക്യൂരിറ്റീസ്, ഹെഡ്ജ്, അതുപോലെ മോട്ടിലാൽ ഓസ്വാൾ, അതുപോലെ ജിയോജിത്ത് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവർ ഈ ഷെയറുകളെക്കുറിച്ച് വ്യക്തമായ അനാലിസിസ് നടത്തി അവർ നമുക്ക് വിദഗ്ധ ഉപദേശം തരും. ആ ഉപദേശത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഷെയർ വാങ്ങാതുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടേതായ ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ മേടിക്കുന്ന ഷെയറുകൾ ഒരുപക്ഷെ താഴെ പോകുന്നതും അല്ലെങ്കിൽ അതൊരു നഷ്ടമാകാനും കാരണമാകും. ഇതിനായിട്ട് ഒരു ബ്രോക്കറെ സമീപിച്ച് ആദ്യമായിട്ട് ആ ബ്രോക്കറുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മളവിടെ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നുമില്ല. നമ്മൾ അവരെ വിളിച്ചിട്ട് അവർ പറയുന്ന ആധാർ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ആപ്ലിക്കേഷനിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇട്ട് തരും. അതായത് ഓരോ ബ്രോക്കേഴ്സിനും ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിന്ന് ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവരുടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം നമുക്ക് ഈ യൂസർ നെയിം പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഈ ഒരു ആപ്പിനകത്ത് എല്ലാ ഷെയറുകളും ലിസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഷെയറുകൾ അവിടെ കാണാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് കാണാം, നമുക്കതിനകത്തോട്ട് അവിടെ നിന്ന് ബൈയും സെല്ലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ, നമ്മൾ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ആപ്ലിക്കേഷൻ കിട്ടി, ഓക്കെ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് രൂപ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇടുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഇടാൻ പറ്റും. അതായത് ഈ ആപ്ലിക്കേഷൻ തുറന്നിട്ട് ടു ബ്രോക്കർ അക്കൗണ്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിശ്ചിത തുക ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു വീഴും. അപ്പം അതിനകത്ത് കൃത്യമായ ഒരു രൂപ വന്നു കഴിഞ്ഞാൽ, ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെയുള്ള ഏത് ഷെയറുകൾ വേണേലും നമ്മുടെ ആ രൂപയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ആ ഷെയറുകൾ വാങ്ങാൻ സാധിക്കും. അപ്പം രൂപ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം, ഇന്ന ഷെയറിൻ്റെ ഇത്ര രൂപയുടെ ഇത്ര ഷെയറുകൾ വാങ്ങാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് ജസ്റ്റ് ബൈ എന്ന് ക്ലിക്ക് ചെയ്യുക. എത്ര ഷെയറുകൾ നമുക്ക് വാങ്ങണം എന്നുള്ളിടത്തും ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നമ്മളുടെ രൂപ അവിടെ കിടക്കുന്നത് കൊണ്ട് ആ അത്രയും രൂപയ്ക്കുള്ള ഷെയർ നമ്മൾ ആ സമയത്ത് വാങ്ങിക്കഴിഞ്ഞു, നമ്മുടെ സ്വന്തമായി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മറ്റൊന്ന്, ഇതിനകത്ത് എത്ര രൂപ നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. രൂപയാണ് ഈ പ്രധാന വിഷയം, ഓക്കെ. ഒരു തുടക്കം എന്ന നിലയിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുക. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഒരു സമ്പാദ്യമായിട്ടുണ്ടെങ്കിൽ അതിലൊരു 10,000 നിക്ഷേപിക്കുക. ഒരു തുടക്കം എന്ന നിലയിൽ അത്രയും നിക്ഷേപിച്ചുകൊണ്ട് അത്രയും ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ ഷെയറുകൾ വാങ്ങിക്കൊണ്ട് നമ്മളിത് പഠിക്കണം. ഒരു വർഷം നമ്മളിതിൻ്റെ വാങ്ങൽ വിൽക്കൽ നമ്മൾ ഒരു വർഷം ഈ ഒരു തുകയ്ക്ക് വാങ്ങൽ വിൽക്കൽ നടത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സാധ്യതകൾ, ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാം എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കും. മറ്റൊരു ചോദ്യം ഇപ്പം നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നത്, ഏത് ഷെയർ വാങ്ങുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് ഈ ബ്രോക്കേഴ്സിൻ്റെ, നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ അവരുടെ സഹായം തേടേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യരുത്. അവർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഉദാഹരണം പറഞ്ഞാൽ, നല്ല അവസ്ഥയിലുള്ള കമ്പനികൾ, നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള അല്ലെങ്കിൽ നല്ല പോലെ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയുടെ
ഷെയറുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ കമ്പനി വളരുന്നതനുസരിച്ച്, ഉദാഹരണം പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ആകാം, റിലയൻസ് ആകാം, അല്ലെങ്കിൽ TCS ആകാം, ഇൻഫോസിസ് ആകാം, ഇങ്ങനെയുള്ള വലിയ കമ്പനികൾ, ഈ കമ്പനികളുടെയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ കമ്പനി വളരുന്നതനുസരിച്ച് അത് മുന്നോട്ട് പോകും. പക്ഷെ അവിടെയാണെങ്കിലും അനേക കമ്പനികളുണ്ട്. അനേക കമ്പനികൾ ഏത് വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നൊക്കെ നമുക്ക് വ്യക്തമായ അഡ്വൈസ് ഈ ബ്രോക്കേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പം നമ്മളത് വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഒരു അഡ്വൈസ് എടുക്കാം. എനിക്കിത് വാങ്ങാവോ, എനിക്കിത് വാങ്ങിയ ലാഭം കിട്ടുമോ, അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യും, എപ്പോൾ അത് വിൽക്കണം എന്ന് പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ബ്രോക്കേഴ്സിൻ്റെ അഡ്വൈസോടുകൂടി നമ്മൾ നല്ല ഷെയറുകൾ വാങ്ങി നമ്മളുടെ സ്റ്റോക്കിൽ, നമ്മളുടെ നിക്ഷേപത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് വളരുന്നതനുസരിച്ച്, ആ കമ്പനി വളരുന്നതനുസരിച്ച് നമ്മുടെ ഷെയറിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മറ്റൊരു ചോദ്യം മനസ്സിൽ വന്നു, ഇതിനകത്ത് റിസ്ക് ഉണ്ടോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ചില കമ്പനികൾ, ചില നാശത്തിലേക്ക് പോകുന്ന കമ്പനികളുണ്ട്. അപ്പം ആ കമ്പനികളുടെ ഷെയറുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചെറിയൊരു റിസ്ക്കിലാണ്. അപ്പം ആ ഒരു റിസ്ക് എലമെൻറ്റ് എത്രത്തോളമുണ്ട് എന്നുള്ളത് ഈ ബ്രോക്കേഴ്സ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പം റിസ്ക് ഉള്ള അങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ പോയി നിക്ഷേപിക്കാതെ ഇരിക്കുക. മറ്റൊരു ചോദ്യം ഇപ്പം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, അതായത് ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് രൂപയുണ്ടാക്കുന്നത്? അതൊരു 3-4 മെത്തേഡ്സാണ്. ചില ആളുകൾ ഒരു ഷെയർ വാങ്ങും, അല്ലെങ്കിൽ കുറേ ഷെയറുകൾ വാങ്ങിയിട്ട് അവിടോട്ട് പിന്നെ നോക്കുകയില്ല. കാരണം ഒരു വലിയ ഷെയർ അവർക്ക് അതൊരു ഫിക്സഡ് ഇൻകം പോലെ, അതൊരു നിക്ഷേപം പോലെ അവിടെ കിടക്കും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഇത് പറയുന്നത്. ഒരു വർഷത്തിന് മുകളിലേക്ക് നമ്മളൊരു ഷെയർ വിൽക്കാതെ അത് എത്ര വളരട്ടെ, അല്ലെങ്കിൽ 5 വർഷം 10 വർഷം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഷെയറുകൾ, അങ്ങനെ ആ തരത്തിൽ ചെയ്യുന്ന ഒരു ട്രേഡാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഒരു വർഷത്തിന് മുകളിൽ മേടിക്കുക, മറന്നേക്കുക. അത് നല്ല സ്ട്രോങ് ഷെയറുകളാണെങ്കിൽ അതങ്ങ് വളർന്നുകൊണ്ടിരിക്കും. അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ബ്രോക്കേഴ്സ് നമ്മളെ അലേർട്ട് ചെയ്യും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം എന്ന് പറയും. അതായത് ഒരു വർഷത്തിൽ താഴെയുള്ള ഇടപാടുകൾ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെയർ ഒരു നിശ്ചിത വിലയ്ക്ക് വാങ്ങി നമ്മൾ തീരുമാനിക്കുക, അതിന് ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ചു, അത് മൊത്തം ഒരു 1 ലക്ഷം രൂപ മൊത്തം തുക വരുന്നു, അതൊരു 1,20,000 രൂപയാകുമ്പോൾ അങ്ങ് വിറ്റേക്കാം. മിക്കവാറും അതൊക്കെ സംഭവിക്കുന്ന വെറും 2-3 മാസത്തിനകം അത് സംഭവിക്കും. അപ്പം അത് വാങ്ങുക, ഒരു നിശ്ചിത ലാഭം വന്നാൽ ഉടനെ വിറ്റേക്കുക. അതാണ് ഷോർട്ട് ടൈം എന്ന് പറയും. ഷോർട്ട് ടൈം ഇടപാടുകൾ അത് ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം ആണോ നല്ലത്, ഷോർട്ട് ടൈം ആണ്. മറ്റൊന്നാണ് ഡേ ട്രേഡ് എന്ന് പറയും. നല്ലപോലെ സമയമുള്ള ആളുകൾക്ക്, ഇത് ജോലിയിലൊക്കെ ഉള്ള ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഷെയർ അന്നത്തെ ദിവസം തന്നെ നമ്മളുടെ ഈ ആപ്പിനകത്ത് നമുക്ക് കാണാം ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പം ഒരു ഷെയറിന് ഒരു 10 പൈസ 20 പൈസ കൂടിയ ഉടനെ സെല്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വിൽക്കുക, വാങ്ങുക. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വാങ്ങൽ വിൽക്കൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതൊരു അല്പം റിസ്ക് എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. പക്ഷേ അത് ആ ഒരു രീതിയിലാണ് അതിനാണ് ഈ ഡേ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പം 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് സമയമില്ലാത്തവരെ ഒരു നല്ല ഷെയർ തിരഞ്ഞെടുത്തിട്ട് ലോങ് ടൈമിലേക്ക് ഇടുക, കമ്പനി വളരുന്നതനുസരിച്ച് നമുക്ക് കാശ് കിട്ടും. രണ്ടാമത് ഷോർട്ട് ടൈം, നമ്മൾ ഒരു വർഷം ഒരു 3-4 പ്രാവശ്യം ഇത് വാങ്ങൽ വിൽക്കൽ നടത്തുക. അപ്പോഴേ നമുക്ക് കിട്ടുന്ന ഇടയ്ക്ക് കിട്ടുന്ന ഇതെല്ലാം നമ്മുടെ ലാഭങ്ങളാണ്. അതൊക്കെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം. അപ്പം കുറച്ച് ലാഭം കിട്ടി അത് നമ്മളിങ്ങനെ എടുക്കുക, വീണ്ടും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ലാഭം വരുന്നു, അതെടുക്കുന്നു. മറ്റേത് ഈ ഡേ ട്രേഡ്, അതിനകത്ത് ഇച്ചിരി അപകടവും ഒക്കെ ഉണ്ട്. അപ്പം ഈ 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് എല്ലാ ആളുകളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഇന്ന് ഈ ലോകത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആളുകൾ ഈ 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്കിപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ. ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ വലിയ ഫിനാൻഷ്യൽ അനാലിസ്റ്റ് ഒന്നുമല്ല. എങ്കിൽ പോലും ഈ മേഖലയെ പഠിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി സാധാരണ മനുഷ്യർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമ്മളിൽ വരുന്ന അടുത്ത ചോദ്യം, ഇതിന് കമ്മീഷൻ ഉണ്ടോ, ബ്രോക്കർക്ക് എന്ത് കിട്ടും എന്നൊക്കെയുള്ള ചില കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും. അത് അത്ര വലിയ കമ്മീഷനൊന്നുമല്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഏകദേശം പറയാം, ഒരു 10,000 രൂപ ലാഭം കിട്ടിയാൽ ഒരു 600 രൂപയോളം ബ്രോക്കർക്ക് കൊടുക്കണം.
ഇത് ബ്രോക്കർക്ക് അങ്ങ് കൊടുക്കുക. കാരണം അവർ ചെയ്യുന്ന ഒരു വർക്കല്ലേ ഇത്, അവർ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. അപ്പോൾ ഇവിടെയാണ് ചിലർ ഫ്രീ കിട്ടുമോ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പലരും തരും. പക്ഷേ അവിടെ നമുക്ക് വ്യക്തമായ നമുക്ക് ഒരു അഡ്വൈസ് തരാൻ ആളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് അപകടത്തിൽപ്പെടും. പക്ഷേ ഇവർക്ക് വ്യക്തമായ ആ ബ്രോക്കർ കമ്മീഷൻ അവരെടുത്തോളും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ആപ്പിൽ നിന്ന് അവരത് എടുത്തോളും. ഒരു 10,000 രൂപ ലാഭം കിട്ടുമ്പോൾ ഒരു 600 രൂപ ബ്രോക്കേഴ്സ് എടുക്കും. അതവർക്ക് കൊടുത്തേക്കുക. അതാണ് ഇതിനകത്ത് വരുന്നത്. മാത്രമല്ല നമുക്കൊരു ഇൻകം ടാക്സ് വരാൻ സാധ്യതയുണ്ട്. ഒരു 700 രൂപ കൂടെ ഒരു ഇൻകം ടാക്സ് ഉണ്ട്. അതായത് ഒരു 10,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ മൊത്തം ഒരു ബ്രോക്കർ കമ്മീഷനും ഒരു ഇൻകം ടാക്സും കൂട്ടി ഒരു 1,500 രൂപ നമ്മൾ കണക്ക് കൂട്ടണം. അതിനനുസരിച്ച് വേണം നമ്മൾ ലാഭത്തിൽ വിൽക്കാൻ. ഇപ്പോൾ 10,000 രൂപ ലാഭം കിട്ടുമ്പോൾ നമുക്കൊരു 1,500 രൂപ ചിലവുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ ബ്രോക്കർ കമ്മീഷൻ. അപ്പോൾ നമ്മളത് വിൽക്കുമ്പോൾ ഈ ലാഭം കൂടെ കൂട്ടിയേ നമ്മളെപ്പോഴും വിൽക്കാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം വരും, ചിലവ് വരും. അതൊരു അവരുടെ ഒരു സർവീസ് ചാർജാണ്, അത് നമ്മൾ കൊടുത്തേക്കുക. അപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, എങ്ങനെയായിരുന്നു ഇതിന് വില കൂടുന്നത് കുറയുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മളിട്ട ഒരു ഷെയർ ഒരു കമ്പനിയുടെ ഒരു അവസ്ഥയിൽ നമ്മൾ നല്ലൊരു കമ്പനിയാണ് നമ്മൾ മേടിച്ചിട്ടു, ഓക്കെ. അപ്പോഴേ നമുക്ക് ആ ഒരു കമ്പനിയിൽ ഒരു നല്ല ഒരു കാര്യം സംഭവിക്കാൻ പോകുന്ന അവരൊരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ലാഭം വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ചില വാർത്തകൾ പൊതുജനത്തിനിടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മേടിച്ച ഷെയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഫിനാൻഷ്യൽ പത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ റിലയബിളായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ആളുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ വില കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വാർത്ത വരികയോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആണ് ഇതിൻ്റെ വില താഴോട്ട് പോകാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് വരുമ്പോഴത്തേക്ക് അത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ കമ്പനികളുടെയൊക്കെ ഈ ചെറിയ വിഷയങ്ങളിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും താഴോട്ട് പോയാലും അത് തിരിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിലാണ് ഈ ഷെയറിൻ്റെ വില കുറയുന്നത്. മറ്റൊരു ഒരു കാരണം പറയാം. നമ്മളുടെ ഈ എക്കോണമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇപ്പം ബോർഡറിൽ ഒരു ടെൻഷൻ ഉണ്ടാകുക, ഒരു യുദ്ധത്തിൻ്റെ ഒരു സാധ്യത വരിക, അങ്ങനെ നമ്മളുടെ രാജ്യത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരികയാണെങ്കിൽ എല്ലാ ഷെയറുകളും താഴോട്ട് പോകും. അടുത്ത കാലത്ത് കോവിഡ് വന്നില്ലേ, കോവിഡ് ഒരു നല്ല അടിപൊളി ഒരു എക്സാമ്പിളാണ്. കോവിഡ് കാലത്ത് ഷെയറുകളുടെ വില പകുതിയായി. 1,600 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഷെയറുകൾ നേരെ 800 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ആളുകൾ പാനിക്കാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നഷ്ടത്തിൽ വിൽക്കും. പക്ഷേ ചരിത്രം പറയുന്നത് ഇതുപോലെയുള്ള ജനറലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഷെയറിൻ്റെ വില താന്നു പോയാലും ആ പ്രശ്നം എന്ന് അതിജീവിക്കുന്നു അന്നത് ഭയങ്കരമായിട്ട് തിരിച്ചു വരും. ഈ കോവിഡ് കാലത്ത് ഷെയറുകളുടെ വില പകുതിയായി. ഇന്നത് കോവിഡിൻ്റെ ആ ഒരു വാക്സിനേഷനൊക്കെ വന്നപ്പം ഇത് തിരിച്ചു കയറുക മാത്രമല്ല അതും ഡബിൾ ചെയ്തു പോയി. ഇതാണ് ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. അതാണ്. അപ്പം ജനറലായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ ഭയക്കാതെ ആ ഒരു ഷെയറിനെ കുറേ നാൾ നമ്മുടെ കയ്യിൽ തന്നെ സമാധാനമായി വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ടും തിരിച്ചു കയറും. പക്ഷെ മിക്കവാറും കാണുന്ന തിരിച്ചുള്ള ഒരു കയറ്റത്തിൽ നല്ലൊരു കയറ്റമാണ്, അതൊരു വലിയ പ്രോഫിറ്റുമായിട്ട് കൊണ്ടുപോകും. പക്ഷേ അത്രയും നാൾ നമുക്കിത് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് നാൾ ഈ രൂപ വെക്കാവുന്ന, അല്ലെങ്കിൽ ഒരു 1-2 വർഷത്തേക്ക് നമുക്ക് അടിയന്തരമായി ആവശ്യമില്ലാത്ത രൂപ ആണ് നമ്മളിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ യാതൊന്നും പേടിക്കാനില്ല. പക്ഷേ എമർജൻസി കാര്യത്തിന് വേണ്ടി നമ്മൾ രൂപ എടുത്ത് വെച്ചിട്ട് ആ രൂപ കൊണ്ടുവന്ന് പെട്ടെന്ന് വെച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ചിലപ്പം നമുക്ക് വിൽക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് താഴ്ന്നു നിൽക്കും. അവിടെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കൊരു 2-3 വർഷത്തേക്ക് ഈ രൂപ നമ്മളൊരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ അത്ര നാൾ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇറങ്ങുകയും അതുപോലെ തന്നെ കയറുകയും ചെയ്യും. പക്ഷേ ഒരു നിശ്ചിത വരുമാനം ഒരു നിശ്ചിത രീതിയിൽ വളർന്നു കഴിയുമ്പോൾ വിൽക്കാനോട് നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലാഭം ഇങ്ങെടുക്കാം. ആ ഒരു കാര്യം കൂടി നമ്മൾ ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന നല്ലതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പല ബ്രോക്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് മാത്രം ആദ്യത്തെ 1 വർഷം നമ്മൾ മുന്നേറുക. നമ്മൾ ഈ മൊബൈൽ ആപ്പ് നല്ലതുപോലെ ഉപയോഗിക്കുക. ഇന്ന് ഈ ഒരു ടെർമിനൽ നമ്മളുടെ കൈകളിലാണ്.
ഇത് വാങ്ങാനും വിൽക്കാനും ഓരോ പ്രാവശ്യവും നമ്മൾ ബ്രോക്കറുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. മറിച്ച് വാങ്ങേണ്ടപ്പം ബൈ എന്ന് ക്ലിക്ക് ചെയ്യുക, സെൽ എന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ട് കാര്യങ്ങളും അവിടെ നടക്കും. ഇൻ കേസ് നമുക്ക് സെല്ല് ചെയ്ത ആ ഒരു തുക, ആ ഒരു രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ രൂപ നമ്മളുടെ ആ ഒരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഈവൻ മുഴുവൻ രൂപയും വിറ്റ മുഴുവൻ രൂപയും അപ്പോഴാ ഡിമാറ്റ് അക്കൗണ്ടിലുണ്ട്. ആ രൂപ മുഴുവൻ വേണമെങ്കിലും നമുക്ക് നേരെ ഒറ്റ ക്ലിക്കിൽ ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് വീഴും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ലിങ്ക്ഡ് ആയ അക്കൗണ്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ നിന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവരാം, വേണ്ട ഷെയറുകൾ വാങ്ങാം, വിൽക്കാം, ലാഭമെടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ ഒരു രണ്ടാം വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് ഇത് വ്യക്തമായി പഠിക്കണം, ധൃതി വെക്കരുത്. ഇതിനകത്ത് വലിയൊരു അപകടം ഇതിൻ്റെ പെട്ടെന്നുള്ള വളർച്ച. ചില സമയത്ത് ചില തുകകളൊക്കെ 2 മാസം കൊണ്ടൊക്കെ തുകകൾ ഇരട്ടിയാവും, അല്ലെങ്കിൽ 2 or 3 അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പലപ്പോഴും പല ഷെയറുകൾ ഇരട്ടിയാവുന്നു. ഇത് കണ്ടിട്ട് നമ്മളുടെ മുഴുവൻ സമ്പാദ്യം എടുത്ത് അവിടേക്ക് നിക്ഷേപിക്കരുത്. കാരണം ഇങ്ങനെയുള്ള ഒരു റിസ്ക് എലമെന്റ്, വേറൊരു സമ്പാദ്യം താഴോട്ട് ഇറങ്ങത്തില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അവിടെ തന്നെ നിൽക്കും. ഇത് പക്ഷേ താഴോട്ട് ഇറങ്ങുന്ന ഒരു ടെൻഡൻസിയാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ 4 ഇരട്ടി വരെ വളർച്ച പ്രാപിക്കാൻ പെട്ടെന്ന് തന്നെ ഇത് ഡബിൾ ആകുന്നതൊക്കെ അത് കാണുമ്പോൾ നമ്മൾ എല്ലാം ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വരരുത്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇതിനകത്ത് ഇടുക. കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ഷെയർ മാർക്കറ്റ് ലോകം നമ്മൾ ഉപയോഗിക്കണം. നമുക്കറിയാം കേരളത്തിൽ ഇത് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും അവർ ഇതിലും കൂടുതൽ അറിവുള്ളവരാണ്. കേരളീയർ വളരെ പുറകിലുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ മുമ്പിൽ ഈ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇത് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇനിയും ഇത് നമ്മുടെ കയ്യിൽ വഴങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയ ഷെയറുകളൊക്കെ വാങ്ങി അതിൻ്റെ വാങ്ങൽ, വിൽപ്പന, അതിൻ്റെ വിലയുടെ വ്യത്യാസം ഒക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് പിടികിട്ടും. വേറൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഓരോ ഷെയറിൻ്റെയും വില അറിയണമെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ഒന്നുമില്ലെങ്കിൽ പോലും ഗൂഗിളിൽ പോയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷെയർ പ്രൈസ് എന്നറിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ ഷെയർ ഏതൊക്കെ തരത്തിൽ എത്ര രൂപയായി, എങ്ങനെ വളർന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായ ഡേറ്റ കിട്ടും. എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഒരു രണ്ടാം വരുമാനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു മേഖല പഠിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.